ഹായ് ഫ്രണ്ട്സ്, മാത്തമാറ്റിക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. 2026 ഡിസംബർ മാസത്തിൽ നടക്കാൻ പോകുന്ന ജവഹർ നവോദയ വിദ്യാലയ സെലക്ഷൻ ടെസ്റ്റ് പരീക്ഷയ്ക്കായുള്ള കോച്ചിങ് ക്ലാസ്സുകൾ മാത്തമാറ്റിക്സ് ഈ വരുന്ന മാർച്ച് 4 മുതൽ ആരംഭിക്കുന്നു. ഇപ്പോൾ 4ാം ക്ലാസ്സിലും 26 ജൂണിൽ 5ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികൾക്കാണ് പരീക്ഷ എഴുതാൻ സാധിക്കുക. സെൻട്രൽ ഗവൺമെന്റ് ഉടമസ്ഥതയിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനമാണ് ജവഹർ നവോദയ വിദ്യാലയ. ഒരു എൻട്രൻസ് ടെസ്റ്റിലൂടെയാണ് ഈ വിദ്യാലയത്തിലേക്ക് സെലക്ഷൻ ലഭിക്കുക. കുട്ടികളുടെ മാനസികവും കായികവുമായിട്ടുള്ള എല്ലാവിധ കഴിവുകളും കണ്ടെത്തി വികസിപ്പിക്കുന്നതിൽ നവോദയ വിദ്യാലയം പ്രത്യേകം ഊന്നൽ നൽകുന്നു. ഏറ്റവും മികച്ച ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസമാണ് നവോദയ വിദ്യാലയത്തിലൂടെ നമ്മുടെ കുട്ടികൾക്ക് ലഭിക്കുന്നത്. ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള അധ്യാപകരാണ് ക്ലാസുകൾ കൈകാര്യം ചെയ്യുന്നത്. തികച്ചും സൗജന്യമായ വിദ്യാഭ്യാസമാണ് നവോദയ വിദ്യാലയത്തിൽ ലഭിക്കുക. ഒരു റെസിഡൻഷ്യൽ വിദ്യാഭ്യാസ സ്ഥാപനമാണ് നവോദയ. ഈ വിദ്യാലയത്തിൽ നിന്ന് പുറത്തു വന്നിട്ടുള്ള എല്ലാ കുട്ടികളും തന്നെ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വളരെ ഉയർന്ന നിലയിൽ ജോലി ചെയ്യുന്നവരാണ്. കഴിഞ്ഞ 27 വർഷമായി നവോദയ പ്രവേശന പരിശീലന രംഗത്ത് മാത്തമാറ്റിക്സ് മികച്ചു നിൽക്കുന്നു. കുട്ടികളെ അവരുടെ കഴിവുകളും പ്രയാസങ്ങളും കണ്ടെത്തി ഈ പ്രവേശന പരീക്ഷയ്ക്കായി തയ്യാറാക്കാൻ മാത്തമാറ്റിക്സ് എന്നും നിലനിൽക്കുന്നു, എന്നും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. കേരളത്തിലെ വിവിധ നവോദയ വിദ്യാലയങ്ങളിൽ മാത്തമാറ്റിക്സിലൂടെ പഠിച്ച നിരവധി കുട്ടികളാണ് അഡ്മിഷൻ ലഭിച്ചിട്ടുള്ളത്. ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള അധ്യാപകരാണ് മാത്തമാറ്റിക്സിൻ്റെ ക്ലാസുകൾ കൈകാര്യം ചെയ്യുന്നത്. ഇതിലെ മെൻ്റൽ എബിലിറ്റി, അതുപോലെ തന്നെ ലാംഗ്വേജ്, മാത്സ് വിഭാഗത്തിലെ ക്വസ്റ്റ്യനുകൾ വളരെ മികച്ച രീതിയിൽ കുട്ടികൾക്ക് വിവിധ പരീക്ഷകൾ നടത്തി, വീക്കിലി ടെസ്റ്റ്, മന്ത്ലി ടെസ്റ്റ്, മോഡൽ ടെസ്റ്റ് എന്നിവ നടത്തി കുട്ടികളെ ഏറ്റവും മികച്ച രീതിയിൽ പരീക്ഷ എഴുതുന്നതിന് മാത്തമാറ്റിക്സ് കുട്ടികളെ പ്രാപ്തരാക്കുന്നു. ഓരോ കുട്ടികളുമായും നല്ല രീതിയിലുള്ള ഇൻട്രാക്ഷൻ ക്ലാസ്സുകളാണ് മാത്തമാറ്റിക്സിലൂടെ ലഭിക്കുന്നത്. ഏറ്റവും ചെറിയ എളുപ്പവഴികളിലൂടെ, പലപ്പോഴും കഥകളിലൂടെയും കവിതകളിലൂടെയുമാണ് മാത്തമാറ്റിക്സിൻ്റെ ഗണിത ക്ലാസ്സുകൾ കുട്ടികൾക്ക് ലഭിക്കാറുള്ളത്. നവോദയ പരീക്ഷയ്ക്കായിക്കൊണ്ട് ആകെ 80 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. മെൻ്റൽ എബിലിറ്റി ചോദ്യങ്ങൾ 40 എണ്ണം, ഏകദേശം 10 പാറ്റേണുകളിലായിട്ടുള്ള 4 വീതമുള്ള 40 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. അരിത്മെറ്റിക് ടെസ്റ്റ്, ഗണിതാശയങ്ങൾ, ഗണിതത്തിലെ ഏറ്റവും ലളിതമായിട്ടുള്ള ആശയങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള 20 ചോദ്യങ്ങൾ ഉണ്ടാവും. അതുപോലെ തന്നെ കുട്ടികളുടെ ഭാഷ മികവ് പരിശോധിക്കുന്നതിനായിട്ടുള്ള 20 ചോദ്യങ്ങളും ഉണ്ടാവും. കോംപ്രിഹെൻഷൻ ക്വസ്റ്റ്യനുകളാണ് ഉണ്ടാവുക. 4 പാരഗ്രാഫുകളായി 5 വീതം ചോദ്യങ്ങൾ, ആകെ 20 ചോദ്യങ്ങൾ ഉണ്ടാവും. ഓരോ ചോദ്യത്തിനും 1.25 മാർക്കാണ്. അങ്ങനെ 100 മാർക്കിലാണ് പരീക്ഷ വരുന്നത്. വീക്കിലി പരീക്ഷകളിലൂടെ കുട്ടികളുടെ കഴിവുകൾ പരിശോധിക്കാനുള്ള ടെസ്റ്റുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ചെയ്തു നോക്കി അതിനുള്ള ആൻസറുകൾ നൽകിയും പരിശീലനം കൊടുക്കുന്നു. കുട്ടികളുടെ പെർഫോമൻസ് വിലയിരുത്തുന്നതിനായി ഇടയ്ക്കിടെ PTA മീറ്റുകൾ സംഘടിപ്പിക്കുന്നു. കുട്ടികൾക്ക് സഹായകമായിട്ടുള്ള അവർക്ക് കോംപ്രിഹെൻസീവ് സ്റ്റഡി മെറ്റീരിയൽ മാത്തമാറ്റിക്സ് പ്രൊവൈഡ് ചെയ്യുന്നു. OMR ഷീറ്റുകളിലൂടെ പരീക്ഷ എഴുതുന്നതിനുള്ള പരിശീലനം മാത്തമാറ്റിക്സ് നിരന്തരം നൽകുന്നു. അതിലൂടെ കുട്ടികൾക്ക് നവോദയ പരീക്ഷ എഴുതുന്നതിനുള്ള നല്ലൊരു പരിശീലനം മാത്തമാറ്റിക്സിലൂടെ ലഭിക്കും. ഇപ്പോൾ 4ാം ക്ലാസ്സിലും 2026 ജൂണിൽ 5ലും പഠിക്കുന്ന കുട്ടികൾക്കാണ് പരീക്ഷ എഴുതാൻ സാധിക്കുക. അതിനായുള്ള ക്ലാസ്സുകൾ ഞങ്ങൾ ഉടനടി ആരംഭിക്കുന്നു. മാർച്ച് 4-നാണ് ക്ലാസ്സുകൾ ആരംഭിക്കുന്നത്. മാത്തമാറ്റിക്സിലൂടെ പഠിച്ചാൽ നവോദയ വിദ്യാലയങ്ങളിൽ സീറ്റ് ഉറപ്പിക്കാം. ക്ലാസ്സുകൾ ആവശ്യമുള്ളവർ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ 9446487743 അല്ലെങ്കിൽ 9497645358.
താങ്ക് യു.